നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് എക്സ്പെൻസ്, ഇൻകം, അസറ്റ്, ലിയാബിലിറ്റി, ക്യാപിറ്റൽ എന്നൊക്കെ പഠിച്ചു. പിന്നെ അക്കൗണ്ട്സ് എന്താ പഠിച്ചു, കൈൻഡ്സ് ഓഫ് അക്കൗണ്ട്സ് പഠിച്ചു, അതിൻ്റെ പ്രിൻസിപ്പിൾസ് ഓർ റൂൾസ് പഠിച്ചു. ഇനി നമുക്ക് ചെറിയ ട്രാൻസാക്ഷൻസ് ഒന്ന് രണ്ടെണ്ണം നോക്കാം. For example, bought furniture for cash rupees 2000. 2000 rupeesന് ഫർണിച്ചർ വാങ്ങി. അപ്പോൾ ബിസിനസ്സിലേക്ക് 2000 രൂപയുടെ ഫർണിച്ചർ വന്നു. അസറ്റ്, ഫർണിച്ചർ പറയുമ്പോൾ ഒരു അസറ്റാണ്. അസറ്റ് ബിസിനസ്സിലേക്ക് വന്നു. ഒരു ഫിക്സഡ് അസറ്റാണ്, ബിസിനസ്സിലേക്ക് വന്നു. ഇനിയോ ₹2000 ബിസിനസ്സിൽ നിന്ന് പോയി. അപ്പോൾ ക്യാഷ് പോയി. ക്യാഷ് എന്നത് നമ്മൾ ഒരു റിയൽ അക്കൗണ്ട് അല്ലേ, റിയൽ അക്കൗണ്ടിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അസറ്റ്, പ്രോപ്പർട്ടി, അത് ഒരു അസറ്റ് ബിസിനസ്സിലേക്ക് വന്നു, ക്യാഷ് പോയി അല്ലേ. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടിരിക്കുന്ന ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, എന്താണോ ബിസിനസ്സിലേക്ക് വന്നത് അതിനെ ഡെബിറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താ വന്നത്, ഫർണിച്ചർ വന്നു അല്ലേ. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. എന്താ ബിസിനസ്സിൽ നിന്ന് പോയത് അതിനെ ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് പോയി, ക്യാഷ് പോയി. ബിസിനസ്സിൽ നിന്ന് ക്യാഷ് പോയില്ലേ, അപ്പോൾ അത് ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ എന്തായിരിക്കും എൻട്രി വരുന്നത്, രണ്ട് ആസ്പെക്റ്റ് ഉണ്ടെന്ന് മനസ്സിലായി. ഒന്ന് ഫർണിച്ചർ, ഒന്ന് ക്യാഷ് അല്ലേ. അപ്പോൾ എന്തായിരിക്കും, ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ഇനി അടുത്തത് നോക്കൂ, ബോട്ട് ഫ്രം സപ്ലയർ ഫർണിച്ചർ ഫോർ ₹2000. 2000 രൂപയ്ക്ക് ഫർണിച്ചർ വാങ്ങി. ആരുടെ കയ്യിൽ നിന്നാണ്, സപ്ലയറുടെ കയ്യിൽ നിന്ന്. അപ്പോൾ ഇവിടെ ക്യാഷ് കൊടുത്തു എന്ന് പറയുന്നില്ല, 2000 രൂപ മൂല്യമുള്ള ഫർണിച്ചർ, വിലയുള്ള ഫർണിച്ചർ വാങ്ങി സപ്ലയറുടെ കയ്യിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ ഒരു ആസ്പെക്റ്റ് സപ്ലയറാണ് അല്ലേ. അതായത് ആരുടെ കയ്യിൽ നിന്ന് ക്യാഷ് കൊടുത്തു എന്ന് പറയുന്നില്ല. ക്യാഷ് കൊടുത്തു എന്ന് പറയാത്തത് കൊണ്ട് ക്യാഷിനെ ഇവിടെ ഒരു ആസ്പെക്റ്റ് എടുക്കാൻ പറ്റില്ല. ഇവിടെ സപ്ലയർ ആണുള്ളത്, പിന്നെ ഫർണിച്ചറാണുള്ളത്. അങ്ങനെ ഓരോ ആസ്പെക്റ്റും നമുക്ക് മനസ്സിലാക്കിയെടുക്കണം. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ബിസിനസ്സിലേക്ക് വന്നത്, ഫർണിച്ചറാണ് ബിസിനസ്സിലേക്ക് വന്നത്. അപ്പോൾ ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റ ഡെബിറ്റ് ചെയ്യുക. പിന്നെ വേറൊരു ആസ്പെക്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്, സപ്ലയറിനെ പറഞ്ഞിരിക്കുന്നത്. സപ്ലയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പേഴ്സണൽ അക്കൗണ്ടാണ് വന്നിരിക്കുന്നത്. പേഴ്സണൽ അക്കൗണ്ടിൻ്റെ റൂൾ എന്താ, ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. ആരാണോ നമുക്ക് തന്നത് അയാളെ ക്രെഡിറ്റ് ചെയ്യണം. ആരാണ്, സപ്ലയർ. അപ്പോൾ ഡെബിറ്റ് ഫർണിച്ചർ അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യണം, സപ്ലയേഴ്സ് അക്കൗണ്ടിന് ക്രെഡിറ്റ് ചെയ്യണം. നമുക്കൊന്ന് എഴുതി നോക്കാം, അപ്പോഴേ മനസ്സിലാവുള്ളൂ. അതേപോലെ ഒരു ട്രാൻസാക്ഷനും കൂടെ നമുക്ക് ചെയ്തു നോക്കാം. പെയ്ഡ് ഓഫീസ് റെൻറ്റ് ₹10,000. 10,000 റെൻറ്റ് കൊടുത്തു. ഓഫീസ് റെൻ്റാണ്, ഓഫീസിൻ്റെ റെൻ്റാണ് 10,000. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ പേ ചെയ്തു എന്നാണ് പറയുന്നത്. റെൻറ്റ് പേ ചെയ്തു. അപ്പോൾ ക്യാഷ് ഒരാസ്പെക്റ്റ് റെൻറ്റ്
റെൻറ്റ് കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ അതൊരു എക്സ്പെൻസാണ് അല്ലേ. അപ്പോൾ എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതിൽ വരും, ഏത് അക്കൗണ്ടിൽ വരും? എക്സ്പെൻസ് ഏതിലാണ് വരുന്നത്? നമ്മൾ ഏതൊക്കെ അക്കൗണ്ടുണ്ട്? റിയൽ ഉണ്ട്, പേഴ്സണൽ ഉണ്ട്, പിന്നെ നോമിനൽ അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ടാണ് എക്സ്പെൻസിൻ്റെ അല്ലേ. അപ്പോൾ ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ്. അപ്പോൾ എക്സ്പെൻസിനെ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? ഓഫീസ് റെൻറ്റ്. അപ്പോൾ ഓഫീസ് റെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് 10,000. ക്യാഷ് ഏതാണ്? അസറ്റാണ്. അസറ്റിൻ്റെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. അപ്പോൾ ക്യാഷ് പോയി, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യാം. ആ 3 ട്രാൻസാക്ഷൻ നമ്മൾ അനലൈസ് ചെയ്തു. ഇനി നമുക്ക് കൂടുതൽ ട്രാൻസാക്ഷൻസ് വീണ്ടും അനലൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ഫോർ